15 തവണ അമ്പലത്തിൽ മോഷണം നടത്തിയിട്ടും പിടികൂടാൻ കഴിയാത്ത കള്ളനെ ഒടുവിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പിടികൂടിയിരിക്കുകയാണ് നാട്ടുകാർ. കൊട്ടാരക്കര പുത്തൂർ തേവരപ്പുറം വെണ്ടാർ ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ അമ്പലക്കള്ളനെയാണ് നാട്ടുകാർ അങ്ങ് പൊക്കിയത്. രത്നാകരൻ എന്ന തസ്കരനെ നാട്ടുകാർ പിടിച്ച കഥ കണ്ടോ? ഇതുപോലെ പതുങ്ങി വന്ന് കാണിക്കവഞ്ചികൾ കവർന്നത് 15 തവണ. ഓരോ തവണയും പോലീസിൽ പരാതിപ്പെടും. പ്രയോജനമൊന്നും ഉണ്ടാകില്ല. അവസാനം നാട്ടുകാർ തന്നെ കള്ളനെ പിടിക്കാൻ തീരുമാനിച്ചു. കള്ളൻ ആരെന്നറിയാൻ അമ്പലത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഇത് മനസ്സിലാക്കിയ കള്ളൻ തൊപ്പിയും കുടയും ധരിച്ച് ക്യാമറയ്ക്ക് മുഖം കൊടുക്കാതെ വന്ന് മോഷ്ടിച്ചു. നാട്ടുകാർക്കും വാശിയായി. രാത്രികാലങ്ങളിൽ കള്ളനെത്തിയാൽ ക്ഷേത്ര ഭാരവാഹികളുടെ മൊബൈൽ ഫോണിൽ അലാറം ലഭിക്കുന്ന തരത്തിൽ CCTV ക്യാമറകൾ ക്രമീകരിച്ചു. പക്ഷേ സൈറൺ കേട്ട് നാട്ടുകാരെത്തുമ്പോഴേക്കും കള്ളൻ കാണിക്കവഞ്ചിയുമായി കടന്നു കളഞ്ഞിരിക്കും. അങ്ങനെ രക്ഷപ്പെട്ടത് 4 തവണ. വിട്ടുകൊടുക്കാനാകില്ലല്ലോ. പിന്നെ ആക്ഷൻ കാണും പുള്ളിയുടായി. എന്നിട്ട് അത് വെച്ച് കൂട്ടങ്ങ് ഇറക്കുക. കൂട്ടർത്ത് അത് തുറന്ന് അതിലേ പൈസ എടുക്കുക. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ കൂട്ടങ്ങ് മാറ്റിയിട്ട് എല്ലാം ബിൽഡ് ചെയ്ത് വെച്ച് വഞ്ചിയെല്ലാം അങ്ങനെ അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ക്യാമറ വെച്ചത്. ക്യാമറ വെച്ചപ്പോൾ ഇത് തന്നെ സ്ഥിതി. ഇയാൾ ആളിനെ എല്ലാം അറിയാം, ഒരു കുഴപ്പമില്ല. ആൾ വരിക, എടുക്കുക, പോകുക. നാട്ടുകാർ കാത്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി രത്നാകരനെത്തി. ക്ഷേത്ര ഭാരവാഹികളുടെ മൊബൈൽ ഫോണിൽ അപായ സൂചന ലഭിച്ചു. ജനങ്ങൾ ഓടിയെടുത്തു. കുതറിയോടാൻ കള്ളന്റെ വലിയ ശ്രമം. നാട്ടുകാർ ഒത്തൊരുമിച്ച് കീഴടക്കി. പലനാൾ കള്ളൻ അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ പിടിയിലായി. രത്നാകരൻ നിസ്സാരക്കാരനല്ല. 35ലധികം മോഷണക്കേസുകളിലെ പ്രതിയാണ്. നാട്ടുകാർ കള്ളനെ പുത്തൂർ പോലീസിന് കൈമാറി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കണ്ണൻ നായർ, കള്ളനെ സമ്മതിക്കണം. എന്തൊക്കെ ട്രാപ്പ് വെച്ചിരുന്നു, അല്ലെ എന്തൊക്കെ കെണി ഒരുക്കിയിട്ടും ഇത്രയും നാളും പിടിച്ചില്ലല്ലോ. ഒരു അമ്പലത്തിൽ 15 തവണയൊക്കെ മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഗതി കെട്ടിട്ടാകണം ഇങ്ങനെ പല വഴികളും ഒക്കെ നോക്കിയത്. അതിനെയും പറ്റിക്കാനൊക്കെ കുറെ നോക്കി, എന്നിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതെ, എങ്ങനെയാണ് ഈ നാട്ടുകാരൊക്കെ പിടികൂടിയത്? പൂജ, രത്നാകരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ തസ്കരനല്ല. വലിയ രീതിയിൽ ആ നാട്ടുകാരെ പിടിച്ച ഒരു വ്യക്തിയാണ്. 1-2 തവണയല്ല, 15 തവണയാണ് പട്ടാഴി പുത്തൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഒരു ഗ്രാമപ്രദേശത്തെ അമ്പലത്തിൽ കയറി അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയും കാണിക്കവഞ്ചിയും ഒക്കെ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയത്. കുറേയേറെ തവണ ഇയാളെ പിടികൂടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നാട്ടുകാരും ഭരണസമിതി ആൾക്കാരും ഒക്കെ തന്നെ നടത്തിയിരുന്നത്. എന്നിട്ട് അവരുടെ ഒക്കെ മുന്നിൽ കൂടി സാധാരണ നമ്മൾ പറയില്ലേ, വരാളി വഴുതി പോകുക എന്ന് പറയില്ല, അതിന് സമാനമായ രീതിയിൽ വഴുതി പോവുകയായിരുന്നു. പിന്നീടാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. എങ്ങനെയെങ്കിലും ഇയാളെ പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. ആ സമയത്ത് അയാൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഒരു തൊപ്പിയും ധരിച്ച് അല്ലെങ്കിൽ ഒരു കുടയും ചൂടിക്കൊണ്ട് നേരെ അമ്പലത്തിലേക്ക് വരിക, അവിടെ ഇരിക്കുന്ന കാണിക്കവഞ്ചി എടുത്തിട്ട് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. കാര്യം ഒരു ഉൾപ്രദേശമാണ്, അല്പം മുകളിലേക്ക് കയറിയുള്ള ഒരു ക്ഷേത്രമാണ്, മുകളിലേക്ക് കയറി പോകുന്ന ക്ഷേത്രമാണ്. രാത്രികാലങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ജനവാസമൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വലിയ സൗകര്യമായിരുന്നു. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ആ CCTV ക്യാമറയ്ക്കുള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ രാത്രികാലങ്ങളിൽ ജനങ്ങൾ വന്ന് ഈ ക്യാമറയിൽ ദൃശ്യമായി പതിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളുടെ മൊബൈലിൽ അലാറം അടിക്കുന്ന തരത്തിലേക്കുള്ള ക്രമീകരണം നടത്തി. അങ്ങനെ ഒരു അലാറം അടിച്ച സമയത്ത് പോലും ഇയാളെ പിടികൂടാൻ ആദ്യം ഭരണസമിതി ഭാരവാഹികൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ സാധിച്ചില്ല. കാര്യം 4 തവണയാണ് ഈ അലാറം അടിച്ച ശേഷം അയാൾ അവിടെ നിന്ന് വഴുതി പോകുന്നത്, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നീട് നാട്ടുകാർ എങ്ങനെയെങ്കിലും ഇയാളെ പിടികൂടിയേ സാധിക്കൂ എന്നുള്ള ഒരു വാശിയിലായി. അവസാനം ഈ ഭണ്ഡാരപ്പെട്ടിയൊക്കെ തന്നെ ഒരു കോൺക്രീറ്റ് ഇട്ട് അത് ഉറപ്പിച്ച ശേഷം അതിൽ ഇരുമ്പിന്റെ ഒരു കൂട് സ്ഥാപിച്ച് കൂട്ടൊക്കെ പൂട്ടി വെക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇയാളെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജനങ്ങൾ കാത്തിരുന്നത്. രാത്രികാലങ്ങളിൽ അവർ ഉറങ്ങാതിരിക്കാതുള്ള കുറേയേറെ നാളുകളായി അവർ ഉറങ്ങാതിരുന്നുകൊണ്ട് ഇയാൾ വന്ന സമയത്ത് ഭരണസമിതി ഭാരവാഹികളുടെ മൊബൈലിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അലാറം അടിക്കുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഓടി ഇറങ്ങി വന്ന് ഇയാളെ വട്ടം കൂടുകയാണ്. ആ സമയത്തും അയാൾ അവിടെ നിന്ന് വഴുതി പോകാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പക്ഷേ നാട്ടുകാർ ബലപ്രയോഗത്തിലൂടെ ഈ മനുഷ്യനെ പിടികൂടി, ഈ തസ്കരൻ രത്നാകരനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കള്ളരെ നാട്ടുകാർ പിടിച്ച് പോലീസിന് കൈമാറുന്ന ഒരു അവസ്ഥയാണ് പുത്തൂരിലുണ്ടായത്. ശരി കണ്ണൻ, എന്തായാലും ഏതെങ്കിലും ഒരിക്കലും പിടിയിലാകും, അതുള്ള കാര്യം ഉറപ്പാണ്. ഈ 15 തവണയൊക്കെ മോഷ്ടിച്ച് ഇത്രയും കാലം കുറെ CCTV ഒക്കെ വെച്ചു, അലാം സിസ്റ്റം വരെ നോക്കി, നാട്ടുകാരൊക്കെ കാത്തിരുന്ന് എന്തായാലും പൊക്കും ഉറപ്പാണ്. എല്ലാ കാലവും ഇങ്ങനെ മോഷണം കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച കള്ളനെ അങ്ങ് പൊക്കിയിരിക്കുകയാണ്. കണ്ണൻ നായരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വിശദമാക്കിയത്.